ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. അമരുജോ വാസ്പുജി എന്ന് പറഞ്ഞിട്ടുള്ള ഷിപ്പാണ്, ഇറ്റാലിയൻ ഷിപ്പാണ്. അതായത് നമ്മൾ ഇപ്പം ഉള്ളത് ഒമാനിലാണ്. ഒമാനിലേക്ക് ആ ഷിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എൻട്രി ഫീ ആയിട്ടൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്യാനുണ്ട്. ഒരു സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് നമ്മളെ ഡീറ്റെയിൽസ്, ID കാർഡ് ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു ബാർ കോഡ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. അവിടുന്ന് എൻട്രി പാസ്സൊക്കെ കിട്ടി. പിന്നെ അതിന് ശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ബസ്സാണ് നമ്മൾ ഈ പോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത്. അപ്പോൾ അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ പോർട്ടിൻ്റെ ഉള്ളിൽ കയറി ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ക്യൂ പോലെ നിന്നിട്ട് വേണം ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ക്യൂ പറയുന്നത് ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഫസ്റ്റ് അവിടെ എൻട്രീൻ്റെ ടൈമിൽ അങ്ങനെ വലിയ ക്യൂ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അത് പെട്ടെന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മളവിടെ ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ ക്യൂ നിന്നതാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല ക്രൗഡായിരുന്നു. നമ്മൾ 5:30 എന്നുള്ളൊരു ബുക്കിംഗ് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ എത്തുമ്പോൾ ഒരു 3:30-4 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഉള്ളിൽ കയറിയിട്ട് ആ ഒരു ടൈമാകുമ്പോൾ നമ്മളെ ടൈമായിരുന്നു, 5:30 എന്നുള്ള ടൈമായിരുന്നു. പിന്നെ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വേലി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ തൂക്കുപാലമൊക്കെ ഇല്ല, അതുപോലെയാണ്. കയറാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പക്ഷെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് കൂടുതൽ കാഴ്ചകളൊന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഉള്ളിൽ ആ ഷിപ്പിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ തന്നെ നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ടാകുന്നത്. അതിൽ നല്ല ക്രൗഡൊക്കെ കാണുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ല സൗകര്യം. നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ പുറത്തേക്ക് ചെയ്യണം എന്നുള്ള ടൈമിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ടൈം വരെ അതിനുള്ളിൽ നിൽക്കാം. ബ്യൂട്ടിഫുൾ ഷിപ്പ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത് തന്നെ. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം 90 വർഷത്തിൻ്റെ പഴക്കമുണ്ട് ഈ ഒരു ഷിപ്പിന്. ഈ ഒരു രീതിയിൽ ഷിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം പണ്ടത്തെ ആ ഒരു ഓൾഡ് ഷിപ്പ് എന്നൊക്കെ പറയും. ആ ഒരു രീതിയിലുള്ള ഷിപ്പാണ്. ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് നല്ല നല്ല ഏരിയാസ് ഉണ്ട് കേട്ടോ. ഈ ഒരു റോപ്പിനെ നമുക്ക് ജസ്റ്റ് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം സ്ട്രോങ്. പിന്നെ അതിന് കുറച്ച് ഫുള്ളായിരുന്നു. ആദ്യമൊക്കെ കയറുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് ഫുള്ളായി നടക്കാൻ വേണ്ടി. കയറാനൊന്നും നമുക്ക് പറ്റുന്നില്ല. അത്രയും പൗരാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുന്ന രീതിയിൽ തോന്നുന്നു.
തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷിപ്പിൻ്റെ ആ ഒരു ലൈറ്റ് ഇട്ട ആ ഒരു നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഒരു സ്റ്റെപ്പാണ്, സ്റ്റെപ്പിലൂടെയാണ് പിന്നെ ഈ ഒരു ഷിപ്പിൻ്റെ അടിഭാഗത്താണ് ഇരുട്ടാവുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം ആ ഒരു ഇറങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്തും അവിടെ ഇതേപോലെ വ്യൂ ആയിരുന്നു ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടില്ലേ, ആ ഒരു ലൈറ്റ് ഇട്ടിട്ടുള്ള ഒരു വ്യൂ. പകൽ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ പോയ ആ ഒരു ടൈം നല്ല ടൈമായതുകൊണ്ട് തന്നെ ഈ രണ്ട് ആ ഒരു പകലിൻ്റെ വ്യൂ ലൈറ്റിന് ശേഷമുള്ള വ്യൂ കാണാൻ വേണ്ടി പറ്റി. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷിപ്പ് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.